ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ എല്ലാവർക്കും ഉപകാരപ്പെടും. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെ നല്ല തണുപ്പും കാറ്റും എല്ലാം കൂടിയിട്ട് വരുന്ന ഒരു ടൈമാണ് അല്ലേ. ആ ടൈമിൽ നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിലാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടാത്തത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ ഡോക്ടർ ഡാനി സലീം പറഞ്ഞ ഒരുപാട് ടിപ്സുകളും ഒരുപാട് ഉപകാരമുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഇതിലൂടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇത് കൂടുതലായിട്ട് ഹ്യൂമിഡിറ്റി കുറവുള്ള ഒരു അവസ്ഥയായതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്കിന്ന് ഒരുപാട് ഡ്രൈനെസ് ആയി പോകാൻ കൂടുതലായിട്ട് ചാൻസ് ഉള്ളത് കേട്ടോ. പിന്നീട് നമ്മൾ ഒരുപാട് സോപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്ന് ഒരുപാട് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. തണുപ്പ് കാലം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ചൂടുകളിൽ കുളിക്കണ ഓരോരുത്തർക്ക് അങ്ങനെ ശീലം ഉണ്ടാവും അല്ലേ. പക്ഷെ അതൊരിക്കലും നല്ലതല്ല കേട്ടോ. നമ്മൾ ഒരുപാട് ചൂടായിട്ട് കുളിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ഡാമേജ് ഒക്കെ വരാൻ ഒരുപാട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു മിതമായ ചൂടിൽ കുളിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ കുളിക്കുകയെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ വേഗം കുളിച്ച് കയറാൻ നോക്കുക. കാരണം നമ്മൾ ഒരുപാട് നേരം കുളിക്കുമ്പോൾ ഒരുപാട് സൗന്ദര്യം വർദ്ധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കുറേ തെറ്റായ ചിന്തകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പെട്ടെന്ന് തന്നെ നമ്മൾ കുളിച്ച് കയറാൻ നോക്കുക. നമ്മുടെ സ്കിന്നിൽ ഒരുപാട് നേരം സോപ്പ് നിൽക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ നമ്മുടെ സ്കിൻ ഒരുപാട് ഡ്രൈനെസ് ആകാൻ ഒരുപാട് ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ തുടയ്ക്കുകയാണെങ്കിലും നമ്മൾ ഒരുപാട് റഫായിട്ടുള്ള ടവൽ വെച്ച് തുടയ്ക്കരുത്. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഒരുപാട് റബ്ബ് ചെയ്ത് പോകരുത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ്, അതേപോലെ നമ്മുടെ ഹാൻഡ് ഷവറൊക്കെ ആണെങ്കിലും നമ്മളത് ഒരുപാട് ടൈം അതേപോലെ തന്നെ ഒരുപാട് സ്മെല്ലുള്ളത് ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ നോക്കുക. കൂടുതൽ അതിൻ്റെ കെമിക്കൽ ഉള്ളത് കൊണ്ട് തന്നെ അത് വീണ്ടും നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയി പോകാനാണ് കൂടുതൽ ചാൻസ്. എല്ലാവരും മറക്കാതെ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ കുളിച്ച് കഴിഞ്ഞ് 3 മിനിറ്റിനകം തന്നെ നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീം ഇടാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിലാണ് നമ്മുടെ സ്കിന്നിൽ ആ മോയ്സ്ചറൈസിങ് എഫക്റ്റ് എപ്പോഴും നമുക്കത് ഉണ്ടാവാം കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പിൽ ഗ്ലിസറിൻ അടങ്ങിയ സോപ്പ് തന്നെ വാങ്ങിക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മൾ സോപ്പ് വാങ്ങിക്കുന്ന സമയത്ത് അതിൽ ഗ്ലിസറിൻ ആഡ് ആണോ എന്ന് നമ്മൾ ഒന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കോക്കനട്ട് ഓയിൽ, അതുപോലെ പെട്രോളും ജെല്ല്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ കാറ്റാലത്ത് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു എഫക്റ്റ് ആയിരിക്കും. കുളി കഴിഞ്ഞ് മാത്രമല്ല, നമ്മൾ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീം ആഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് കാലത്ത് എണീക്കുമ്പോൾ വളരെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ കാലിൽ വിണ്ട് കയറുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീമോ അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലോ യൂസ് ചെയ്തതിന് ശേഷം ഒരു സോക്സ് ഇട്ടിട്ട് കിടക്കുകയാണെന്ന് വെച്ചാൽ കാലത്ത് എണീക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യും. അടുത്തതായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയാണ് നമ്മൾ ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കൊള്ളുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിന് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സൺസ്ക്രീൻ ഉപയോഗിച്ചതിന് ശേഷം മാത്രം നമ്മൾ പുറത്തിറങ്ങാൻ നോക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ മാത്രം ചെയ്താൽ പോരാ, നമ്മുടെ സ്കിൻ എപ്പോഴും ഹെൽത്തി ഇരുന്നാൽ മാത്രമേ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽത്തി ഇരിക്കാൻ വേണ്ട ഫുഡ് എന്തൊക്കെയാണ് നോക്കാം. കൂടുതലായിട്ട് നമ്മൾ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. ഇതുപോലെ കാറ്റുകാലങ്ങൾക്ക് ഇത് കഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു പ്രൊട്ടക്റ്റീവ് ആണ് കേട്ടോ. അപ്പോൾ അത് ധാരാളം അടങ്ങിയിരിക്കുന്നത് ഫ്ലെക്സീഡ്, അതുപോലെ വാൾനട്ട്, ഫിഷ്, അവക്കാഡോ, അതുപോലെ ഒലീവ് ഓയിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. ചായ കാപ്പിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ. അതില്ലാതെ പറ്റാത്തവർ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ ഇത് നമ്മുടെ സ്കിന്നിന് ഏറ്റവും ദോഷം വരുത്തുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ അന്ന് നമുക്ക് പെട്ടെന്ന് നിർത്താൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് വരിക. നമ്മൾ അടുത്തായി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഒരുപാട് കാറ്റും പൊടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലൊക്കെ എപ്പോഴും അഴുക്ക് നിൽക്കാൻ ഒരുപാട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലെൻസർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളതിൽ pH 5.5 തന്നെയാണോ എന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമ്മളത് യൂസ് ചെയ്യണത് കുറച്ചുകൂടെ നല്ല ബെറ്റർ ആയിരിക്കും. അപ്പോൾ കാറ്റുകാലമായ എല്ലാവർക്കും ഒരു ഡൗട്ടാണ് അല്ലേ, നമുക്ക് മോയ്സ്ചറൈസിങ് ക്രീം ഏതാണ് വാങ്ങിക്കേണ്ടത്, എന്തൊക്കെ നോക്കിയിട്ടാണ് വാങ്ങിക്കേണ്ടത് എന്നൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ നോക്കേണ്ടത് മോയ്സ്ചറൈസിങ് ക്രീമിൽ യൂറിയ അടങ്ങിയ മോയ്സ്ചറൈസിങ് ക്രീമാണ് വെച്ചാൽ നമ്മൾ ഈ സീസണിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമ്മുടെ സ്കിന്ന് നന്നായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഹാൻഡ് വാഷ് വാങ്ങിക്കുന്ന സമയത്തും അത് ക്ലെൻസറുള്ള ഹാൻഡ് വാഷ് ആകുമ്പോൾ നമ്മുടെ കുറച്ചുകൂടി ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ.
അപ്പോൾ ഈ വിൻ്റർ സീസണിൽ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഹെയറും നമ്മൾ സ്കാൽപ്പിലൊക്കെ ഡ്രൈ ആവുകയാണെന്ന് വെച്ചാൽ ഒരുപാട് പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും അത് മോയ്സ്ചറൈസിങ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം അതിന് വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആഴ്ചയിൽ 2 തവണ ഓയിൽ മസാജ് ചെയ്യണം. അപ്പോൾ വെളിച്ചെണ്ണയാണോ എന്ത് ഓയിലാണോ എടുക്കുന്നത് അത് ചെറിയൊരു ചൂട്ടോടെ തന്നെ ഓയിൽ മസാജ് ചെയ്യാൻ നോക്കുക. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് സ്റ്റീം ബാത്ത് ചെയ്യണത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഒരു ടവലിൽ നമുക്ക് ചൂടുവെള്ളത്തിലിട്ടതിന് ശേഷം നന്നായി പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് തലയിൽ കെട്ടി വയ്ക്കാവുന്നതാണ്. നല്ലൊരു സ്റ്റീം ബാത്തിൻ്റെ എഫക്റ്റ് ആയിരിക്കും കിട്ടുക. പിന്നെ അതിന് ശേഷം നമ്മളെപ്പോഴും മോയ്സ്ചറൈസിങ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ക്രീമുകളൊക്കെ തേച്ച് നമുക്ക് മുടി കേടുവരുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് അലോവേറ ജെല്ല് ആഴ്ചയിലൊക്കെ തേച്ച് കൊടുക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ മുടി നല്ല ഒരു ക്ലെൻസറാണ്. അതുപോലെ മുട്ടയുടെ വെള്ളയൊക്കെ തേച്ച് കൊടുക്കുകയെന്ന് വെച്ചാലും മുടി നന്നായിട്ട് മോയ്സ്ചറൈസിങ് ആയിരിക്കാൻ നല്ലോണം ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതെന്നാണല്ലേ, നമ്മൾ ഈ വിൻ്റർ സീസണിലാണ് നമ്മൾ ഒരുപാട് കെയർ കൊടുക്കേണ്ടത്, നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും. കാരണം ഒരുപാട് പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും കൃത്യമായിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാവർക്കും തീർച്ചയായിട്ടും നല്ല ഉപകാരമുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലീസൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, അതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം നമ്മൾ ഡെയിലി 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ സ്കിന്നും ഹെയറൊക്കെ നല്ല ഹെൽത്തി ഇരിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതായിരിക്കും. ബൈ. അസ്സലാമു അലൈക്കും.